മയക്കുമരുന്ന് കേസിലെ മുഖ്യകണ്ണി റാംബോ റമീസ് ജയിലിൽ 21 വർഷം കഠിന തടവാണ് ഇയാൾക്ക് കോടതി വിധിച്ചത്. കളിപ്പാട്ട വസ്ത്ര കച്ചവടങ്ങളുടെ മറവിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയിരുന്ന കേസിലെ പ്രതിയാണ് റാംബോ റമീസ്. 2020-ൽ പരപ്പനങ്ങാടി എക്സൈസ് പിടികൂടി വിചാരണ നേരിടുന്ന സമയത്ത് 2024-ൽ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ കഴിയുന്നതിനിടയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ച് പ്രതി ലഹരി കച്ചവടം നടത്തുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ശേഖരിച്ച് അന്വേഷണ സംഘം കഴിഞ്ഞ വർഷം രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് പിടികൂടുകയായിരുന്നു. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഷഹദ്, ഇതിപ്പോൾ ലഹരി കച്ചവടക്കാർക്കിടയിലെ ചെറിയ മീനല്ല ഈ പിടിയിലായിട്ടുള്ള റാംബോ റമീസ്. 20 വർഷം തടവാണ് ലഭിച്ചിരിക്കുന്നത്. ലഹരിമരുന്ന് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇപ്പോൾ എക്സൈസിന്റെ വലയിലായിരിക്കുന്നത്. അതായത് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ജാംബോ റമീസ് എന്നുള്ളതാണ്. ഇയാളെ തന്നെ വിളിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഫീൽഡിൽ ലഹരി കച്ചവടം നടത്തുന്ന ഫീൽഡിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. റാംബോ റമീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇയാൾ 2020-ലാണ് ഇയാളെ ആദ്യഘട്ടത്തിൽ പോലീസ് പിടികൂടുന്നത്. കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയാണ്. ഇയാൾ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന അതിൻ്റെ മറവിൽ കച്ചവടം നടത്തുന്നു. പിന്നീട് വാട്സപ്പുകളിൽ ഗ്രൂപ്പ് നിർമ്മിക്കുന്നു. ആ ഗ്രൂപ്പ് വഴി ലഹരി കച്ചവടം നടത്തുന്നു. യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാനമായിട്ടും ഈ ലഹരി കച്ചവടം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഇയാൾ പിടിയിലാകുന്നത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുന്നു. വിചാരണ വേളയിൽ 2024-ൽ ഇയാൾ മുങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് പലതരത്തിലുള്ള അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിൽ ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്നാൽ പിന്നീട് പലതരത്തിലുള്ള ലഹരി കച്ചവടം അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അറസ്റ്റുകൾ നടക്കുന്നു. അതിൽ ഈ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നു. അങ്ങനെയാണ് ഇയാൾ, അതായത് കേരളത്തിന് പുറത്ത് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കുറ്റകൃത്യം ചെയ്യുന്നുണ്ടെന്നും ഇയാൾ അവിടെ ഒരു സ്ത്രീയുമൊത്ത് ജീവിക്കുകയാണ് എന്ന വിവരം എക്സൈസിന് ലഭിക്കുന്നത്. അങ്ങനെ ഈ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ഇയാൾ കേരളത്തിന് പുറത്തുനിന്ന് പിടിയിലാവുകയാണ് ചെയ്യുന്നത്. വിചാരണ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നു. 21 വർഷം ഇയാൾ ജയിലിൽ കിടക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. മറ്റൊന്ന് 2,10,000 രൂപ ഇയാൾ പിഴയായി നൽകണം എന്ന കാര്യവും ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇയാളെ പിടികൂടിയതിലൂടെ കേരളത്തിലെ ഒട്ടുമിക്ക ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എക്സൈസ് ഇപ്പോൾ ശേഖരിച്ചു വരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുകയാണ്.